ഇന്തോനേഷ്യയിലെ ബ്രോമോയിലാണുള്ളത്. ഞങ്ങൾ രാവിലെ 2 മണിക്ക് റെഡിയായി ഒരു 2:30 ആകുമ്പോൾ പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിൽ നിന്ന് സൂര്യോദയം കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഒന്നാമത് ശ്രദ്ധിച്ചത് ഇന്ത്യക്കാർ ഇതുവരെ കണ്ടിട്ടില്ല. ചൈന, അതുപോലെ തന്നെ യൂറോപ്പ്, പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ്. പൊതുവെ കേരളക്കാരെന്നല്ല, ഇന്ത്യക്കാരൻ ആളുകൾ തന്നെ വളരെ കുറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം ഇത് ജാവയിലെ തന്നെ ഒരു ഹിൽ സ്റ്റേഷനാണ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഗംഭീരമായ കാഴ്ചയാണ്. ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നുണ്ട്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരികയാണ് ഒരു ഭാഗത്ത്. ഇപ്പോൾ ഇവിടെ സമയം 5:10 സൂര്യൻ ഉദിച്ച് തുടങ്ങുകയാണ്. ഈ സൂര്യൻ ഉദിക്കുമ്പോൾ താഴെ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇതൊക്കെ വല്ല കോടയാണെന്നാണ്. പിന്നെ ഇതിങ്ങനെ നോക്കുമ്പോഴാണ്, നോക്കൂ, ആ സൂര്യൻ ഉദിച്ചു വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് വാവ്, ഗംഭീരമായൊരു കാഴ്ച. ഇതാണ് നമ്മൾ കേട്ട അഗ്നിപർവ്വതം, വോൾക്കാനോ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകൾ കാണാം. ഇതൊക്കെ പല ഭാഗത്തു നിന്ന് വന്ന ആളുകൾ ഈ മലയുടെ ഓരോ മുകളിലും പല ഭാഗത്തുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇന്ത്യക്കാരനായിട്ടില്ല എന്നെ കണ്ടത് പറഞ്ഞത്. ഇതൊക്കെ നമ്മളെ ടീമുണ്ട് ഇവിടെ. ഞങ്ങൾ കുറച്ച് ഇന്ത്യക്കാരേതായാലും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ആസിംക, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നന്നായിട്ടുണ്ട്. ലൈഫിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള വോൾക്കാനോ എന്ന് പറഞ്ഞ സംഭവം ആദ്യമായിട്ട് കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. പ്രഭവ കേന്ദ്രം മിക്കവാറും ജാവയും സുമാത്രയും തന്നെയായിരുന്നു. അതെ അതെ. അപ്പോൾ ഇന്തോനേഷ്യയിലെ മൗണ്ട് ബ്രോമോയിൽ നിന്ന് താങ്ക് യു.